ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇന്ന് എനിക്ക് സംസാരിക്കാൻ വേണ്ടി തോന്നുന്നത്, നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന വിഭജിക്കയുടെ ഇഷ്യൂവിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ലൈക്ക് എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ, എൻ്റെ കുറച്ച് ഒപ്പീനിയൻസ് ടു ദ ഗേൾസ് ഹു മാരീഡ് റീസെൻ്റ്ലി, അങ്ങനെ അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഈ പറയുന്ന വിഭജിക ഷാർജയിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും അവരുടെ വീട്ടുകാരൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ടോർച്ചർ കാരണം സൂയിസൈഡ് ചെയ്തതാണ് ഈ കുട്ടി. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകൾ, നിങ്ങളിൽ എത്ര ആളുകളുണ്ടാവും ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടി ഒരു ഡൈവേഴ്സായിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ സ്വീകരിക്കുന്ന എത്ര ആളുകളുണ്ടാവും എനിക്കറിയില്ല. ഒരു 100%-ൽ ഒരു 5% ഒക്കെ ഇപ്പോൾ ഉണ്ടാവും എന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ നമ്മുടെ സൊസൈറ്റി ഇനിയും ഒരുപാട് ചേഞ്ച് ചെയ്യാനുണ്ട്. ചിലപ്പോൾ ആ കുട്ടി ഇതൊക്കെ കൊണ്ടായിരിക്കാം സൂയിസൈഡ് ചെയ്തത്. ഒരു സിംഗിൾ പാരൻ്റായിട്ട് വളർത്താനുള്ള ബുദ്ധിമുട്ടും, ആ കുട്ടിയുടെ അമ്മയും ഒരു സിംഗിൾ പാരൻ്റായിരുന്നു എന്നാണ് അതിൽ പറയുന്നുണ്ടായിരുന്നത്. അപ്പം ആ അമ്മ അനുഭവിച്ചു വന്ന കഷ്ടപ്പാടുകൾ വീണ്ടും ഇനി ആ കുട്ടിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം ആ കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ഈ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ആൾക്കാരോട് ജസ്റ്റ് കൈൻഡ് ആയിരിക്കുക. അപ്പോൾ ഒരാൾ ഡൈവേഴ്സ് ചെയ്ത് തിരിച്ചു വന്നെന്ന് പറഞ്ഞത് ലൈഫിൻ്റെ എൻഡൊന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആയി പൊക്കൂടായിരുന്നോ, എന്തായിരുന്നു പ്രശ്നം? അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലേ അവർ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ കുത്തി ചോദിച്ചിട്ട് അവർക്ക് വിഷമം അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കില്ല. അവരുടെ മെൻ്റൽ ഹെൽത്തും മെൻ്റൽ പീസിനും അത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും അത് ഉണ്ടാക്കുക. അപ്പോൾ ഇനി എനിക്ക് പറയാനായിട്ടുള്ളത്, ഇനി മാരി ചെയ്യാൻ പോകുന്ന ഗേൾസ് അല്ലെങ്കിൽ റീസെൻ്റ്ലി മാരേജ് ചെയ്തിട്ടുള്ള ഗേൾസിനോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരിക്കലും ഡോണ്ട് ടോളറേറ്റ്. നിങ്ങൾ ആദ്യം തന്നെ ഭയങ്കര പാവമായിട്ട് നിൽക്കരുത്. പാവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ തലയിൽ കയറിയതാവും. സോ നിങ്ങൾക്ക് പറയാനുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ മാരേജ് ചെയ്ത് ആദ്യം തന്നെ നിങ്ങൾ പറയുക, തുറന്ന് പറയുക. ചിലപ്പോൾ നമ്മളെ ഒരു അഹങ്കാരിയായിട്ടൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ബട്ട് ദാറ്റ്സ് ഓക്കെ. അഹങ്കാരിയാണെന്ന് പറയുന്നത് ഓക്കെയാണ്. നമ്മൾ ഈ ഒരു ടോർച്ചറൊക്കെ അനുഭവിക്കുന്നതിൽ എത്രയും നല്ലതല്ലേ. അവൾ പറഞ്ഞാൽ കേൾക്കൂല അവൾ അഹങ്കാരിയാണെന്ന് പറയുന്നത്. സൊസൈറ്റിയോട് പറയാനുള്ളൊരു കാരണം, ഒരു പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് നീതി കിട്ടുള്ളൂ. അവളുടെ കൂടെ നിൽക്കാൻ അവൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ, മീൻസ് അവളുടെ വീട്ടുകാരായപ്പോൾ എനിക്കറിയില്ല, ചിലപ്പം ഈ പറയുന്ന അമ്മയൊക്കെ അതിന് മുന്നേ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണോ റെസ്പോണ്ട് ചെയ്യാന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഒരു പെൺകുട്ടി മരിക്കണോ ആ കുട്ടിക്ക് നീതി കിട്ടാനായിട്ട്? അതിൻ്റെ ടോർച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടെ നിൽക്കാൻ അതിന് ആരും ഇല്ല എന്ന് തോന്നിയിട്ടായിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക, എനിക്കറിഞ്ഞൂടാ. സോ സൊസൈറ്റിയുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, പ്ലീസ് ബി കൈൻഡ്. ഒരു പെൺകുട്ടി മരിക്കാനായിട്ട് കാത്തു നിൽക്കരുത് അവൾക്ക് വേണ്ടി കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൊസൈറ്റി നിൽക്കേണ്ടത്. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്.